നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് മൊമൻറ്റം. മൊമൻറ്റം എന്ന് പറഞ്ഞാൽ ആക്കം ഓർ ഇമ്പാക്റ്റ് അങ്ങനെയൊക്കെ പറയും. അപ്പം നമുക്ക് എക്സാമ്പിൾസിൽ നിന്ന് തുടങ്ങുമ്പം കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. ഹാവ് യു എവർ സീൻ പിറ്റ്സ് ഫോംഡ് വെൻ കോക്കനട്ട് ഫാൾ ഓൺ എ ലൂസ് സോയിൽ ഇൻ കോക്കനട്ട് പ്ലാന്റേഷൻസ്? ഈസിൻറ്റ് ഇറ്റ് ഡ്യൂ ടു ദ ഇമ്പാക്റ്റ് മെയ്ഡ് ബൈ ദ കോക്കനട്ട് ഓൺ ദി സോയിൽ? Will a pit of the same depth be formed if the coconut is placed gently? Such an impact can be exerted only by a body in motion. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഒരു തെങ്ങിൽ നിന്നും ഒരു കോക്കനട്ട് ഫ്രീ ഫോളാണേ എവിടോട്ട് വീഴുന്നുണ്ട്, ലൂസ് സോയിലോട്ട് വീഴുന്നുണ്ട്. ഫ്രീ ഫോളായിട്ട് ലൂസ് സോയിലോട്ട് വീഴുന്നുണ്ട്. രണ്ടാമത്തെ സിറ്റുവേഷനിൽ പറയുന്നത് ഒരു കോക്കനട്ട് നമ്മൾ പതിയെ എടുത്ത് അതേ സെയിം സ്ഥലത്ത് ഒരു പെതിയെ എടുത്ത് നമ്മൾ വെക്കുന്നു. അതുപോലെ ലൂസ് സോയിൽ നമ്മൾ പെതിയെ എടുത്ത് അങ്ങോട്ട് വെക്കുന്നു. മുകളിൽ നിന്നുള്ളൊരു സാധനം, നല്ലൊരു വെയിറ്റുള്ള സാധനം നമ്മൾ ഒരു ലൂസ് സോയിൽ വീഴുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു കുഴി ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. ലൂസ് സോയിലോട്ട് മുകളിൽ നിന്ന് നല്ല വെയിറ്റുള്ളൊരു സാധനം താഴോട്ട്, മാസമുള്ളൊരു സാധനം താഴോട്ട് വീഴുമ്പോൾ നമുക്കറിയാം ആ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കുമെന്നറിയാം. അപ്പോൾ അതുപോലല്ല, അതേ സെയിം വെയിറ്റിലുള്ള ഒരു കോക്കനട്ട് എടുത്ത് അതേ സെയിം ലൂസ് സോയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴിയും മുകളിൽ നിന്ന് താഴോട്ട് അതേ സെയിം വെയിറ്റുള്ളൊരു കോക്കനട്ട് വന്ന് പതിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന കുഴിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇതിനെയാണ് മൊമൻറ്റം എന്ന് പറയുന്നത്. കാരണം മുകളിൽ നിന്ന് വരുന്ന ആ നല്ല വെയിറ്റ് കൂടിയ ഒരു മാസ് കൂടിയ ഒരു കോക്കനട്ട് മുകളിൽ നിന്ന് താഴോട്ട് വന്ന് ആ ലൂസ് സോയിൽ പതിക്കുമ്പോൾ ഒരു കുഴി ഉണ്ടാക്കുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് കാരണമായിരിക്കുമല്ലോ ആ കുഴി ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ മൊമൻറ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത്, പക്ഷെ നമ്മൾ ആ സെയിം ലൂസ് സോയിലിൽ അതേ സെയിം വെയിറ്റുള്ള ഒരു കോക്കനട്ട് എടുത്ത് നമ്മൾ പതിയെ വെക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ല അല്ലേ? അതെന്താണ് റീസൺ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് മുകളിൽ നിന്ന് ഒരു ഫ്രീ ഫോളിങ് ചെയ്യുന്നൊരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു ബോഡിക്ക് മുകളിൽ നിന്ന് താഴോട്ട് പതിക്കുമ്പോൾ, ശ്രദ്ധിച്ചിരുന്നോണേ, മുകളിൽ നിന്ന് താഴോട്ട് പതിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ സെക്കൻഡിലും അതിന് 9.8 മീറ്റർ പെർ സെക്കൻഡ് വേഗത കൂടിയാണ് വരുന്നത്. ആദ്യത്തെ ഒരു സെക്കൻഡ് എത്തുമ്പോൾ അതിന് 9.8 മീറ്റർ പെർ സെക്കൻഡ് വേഗത, രണ്ടാമത്തെ സെക്കൻഡിലെത്തുമ്പോൾ പിന്നെയും ഒരു 9.8 മീറ്റർ പെർ സെക്കൻഡ് വേഗത കൂടും. അടുത്ത സെക്കൻഡിലെത്തുമ്പോഴത്തേക്ക് പിന്നെയും ഒരു 9.8 മീറ്റർ പെർ സെക്കൻഡ് വേഗത കൂടും. അപ്പം ഇങ്ങനെയാണ് അത് മുകളിൽ നിന്നൊരു ഫ്രീ ഫോളായിട്ടുള്ളൊരു ബോഡി താഴോട്ട് പതിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം നല്ല താഴോട്ടെത്തുമ്പോൾ നല്ല വേഗതയിലായിരിക്കും അതൊന്ന് താഴോട്ട് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തിലാണ് ഈ ഒരു കുഴി പിറ്റ് രൂപപ്പെടുന്നത്. അപ്പം നമ്മൾ പെരിയ ആ സെയിം മണ്ണിലോട്ടൊരു കോക്കനട്ട് എടുത്ത് വെച്ചാൽ അവിടെ വെലോസിറ്റിക്ക്, അപ്പം ഈ ഫ്രീ ഫോളായിട്ട് മുകളിൽ നിന്ന് പതിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയും നമ്മൾ പെരിയൊരു കോക്കനട്ട് എടുത്ത് അതേ സെയിം മണ്ണിലോട്ട് വയ്ക്കുമ്പോഴുള്ള വെലോസിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? മുകളിൽ നിന്ന് വരുന്നത് ഒരു ബോഡി താഴോട്ട് പതിക്കുമ്പോൾ ഓരോ സെക്കൻഡിലും 9.8 മീറ്റർ പെർ സെക്കൻഡ് വേഗത കൂടിയാണ് വരുന്നത്. അതിൻ്റെ വെലോസിറ്റി അതാണ്. പക്ഷേ ഈ നമ്മൾ ഒരു കോക്കനട്ട് എടുത്ത് ആ മണ്ണിലോട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റിക്ക് രണ്ടിലും വ്യത്യാസമുണ്ടല്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മൊമൻറ്റത്തെ സ്വാധീനിക്കുന്ന ആദ്യത്തെ ഫാക്ടർ വെലോസിറ്റിയാണ്. മുകളിൽ നിന്നും താഴോട്ട് ഫ്രീ ഫോളായിട്ട് വന്ന് പതിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അപ്പോൾ തേങ്ങയുടെ എക്സാമ്പിൾ ഇവർ പറഞ്ഞതാണ്. ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. അതുപോലെയല്ല നമ്മൾ പതിയെ ഒരു ഒബ്ജക്റ്റ് എടുത്ത് അതേ സെയിം മാസമുള്ള ഒരു ഒബ്ജക്റ്റ് എടുത്ത് അവിടോട്ട് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റിയും തമ്മിൽ വ്യത്യാസമാണ്. അപ്പോൾ മുകളിൽ നിന്ന് പതിക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലാണ്. അതാണ് അതിൻ്റെ മൊമൻറ്റം. അപ്പം പതിയെ നമ്മളൊരു സാധനം എടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കുറവാണ്. അപ്പം മൊമൻറ്റത്തെ സ്വാധീനിക്കുന്നൊരു ഘടകമാണ് വെലോസിറ്റി. അപ്പം വെലോസിറ്റി കൂടുമ്പോൾ മൊമൻറ്റം കൂടും, വെലോസിറ്റി കുറയുമ്പോൾ മൊമൻറ്റം കുറയും. ശ്രദ്ധിച്ചിരുന്ന് കേട്ടോണം. നിങ്ങൾക്ക് തിരിഞ്ഞ് മറിഞ്ഞും പോകാൻ ഒരുപാട് ചാൻസ് ഉള്ള ഭാഗങ്ങളാണിതൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു തന്നത്.
അപ്പം മുകളിൽ നിന്ന് ഒരു സാധനം താഴോട്ട് പതിക്കുമ്പോൾ ഓരോ സെക്കൻഡിനും 9.8 മീറ്റർ പെർ സെക്കൻഡ് വേഗത കൂടി വരുമ്പോഴത്തേക്ക് താഴോട്ട് വരുമ്പോൾ വലിയൊരു വേഗതയിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നാണ് വരുന്നത്. അപ്പം അതിൻ്റെ ആഘാതം കൂടുതലായിരിക്കും, അതിൻ്റെ മൊമെൻറ്റം കൂടുതലായിരിക്കും. അതുപോലല്ല ഒരു സാധനം നമ്മൾ പെരിയെടുത്ത് അതേ സെയിം മാസമുള്ളൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു ആഘാതം സൃഷ്ടിക്കത്തില്ല. അപ്പം വെലോസിറ്റിയാണ് മൊമെൻറ്റത്തെ സ്വാധീനിക്കുന്ന ആദ്യത്തെ ഘടകം. വെലോസിറ്റി കൂടുമ്പോൾ മൊമെൻറ്റം കൂടും, വെലോസിറ്റി കുറയുമ്പോൾ മൊമെൻറ്റം കുറയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹാവ് യു എവർ സീൻ പിറ്റ്സ് ഫോംഡ് വെൻ കോക്കനട്ട് ഫോൾ ഓൺ ദ ലൂസ് സോയിൽ ഇൻ കോക്കനട്ട് പ്ലാന്റേഷൻ? കോക്കനട്ട് പ്ലാന്റേഷനിൽ മുകളിൽ നിന്നും കോക്കനട്ട് വീഴുമ്പോൾ ഉണ്ടാകുന്ന ലൂസ് സോയിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന പിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈസിൻ്റെ ഇറ്റ് ഡ്യൂ ടു ദ ഇമ്പാക്റ്റ് മെയ്ഡ് ബൈ ദ കോക്കനട്ട് ഓൺ ദ സോയിൽ. കോക്കനട്ട് ആ സോയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കാരണമാണ് ആ പിറ്റ് രൂപപ്പെടുന്നത്. വിൽ എ പിറ്റ് ഓഫ് ദ സെയിം ഡെപ്ത് ബി ഫോംഡ് ഇഫ് ദ കോക്കനട്ട് ഈസ് പ്ലേസ്ഡ് ജനറലി? ഇപ്പോൾ ഇതിയെ നമ്മൾ ആ സെയിം മാസമുള്ളത് എടുത്ത് ആ സ്ഥലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിറ്റ് രൂപപ്പെടുമോ? ഈ ഒരു ഡെപ്ത് സച്ച് ആൻ ഇമ്പാക്റ്റ് ക്യാൻ ബി എക്സർട്ടഡ് ഓൺലി ബൈ ബോഡി ഇൻ മോഷൻ. സച്ച് ഇമ്പാക്റ്റ് വരുന്നത് എക്സർട്ടഡ് ബൈ ഓൺലി ബോഡി ഇൻ മോഷൻ ആയിരിക്കുന്ന ബോഡിക്ക് മാത്രമേ അങ്ങനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ദിസ് പ്രോപ്പർട്ടി ഓഫ് ബോഡി ഇൻ മോഷൻ ഈസ് മൊമെൻറ്റ്. ഇങ്ങനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുക, ഒരു മോഷനുള്ള ബോഡിക്ക് ഇങ്ങനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൊമെൻറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ കണ്ടത് വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് എന്തുവാണെന്ന് നോക്കാം. ന്യൂട്ടൺസിൻ്റെ ക്രാഡിൽ എക്സ്പെരിമെൻ്റാണ് രണ്ടാമത്തത്. ഇതുപോലുള്ള ബോളുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? പുൾ ബാക്ക് ദ ബോൾ ഇൻ ന്യൂട്ടൺസ് ക്രാഡിൽ ആൻഡ് റിലീസ് ദം ഇൻ ദ ഫോളോയിങ് ഓർഡർ. വലിച്ചിട്ട് ഇതുപോലെ റിലീസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ബോൾ മാത്രം വലിച്ചിട്ട് ഇങ്ങനെ റിലീസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ലാസ്റ്റിൽ കിടക്കുന്ന ഒരു ബോൾ മാത്രം തെറിച്ചു പോകും. അടുത്തത് ഫസ്റ്റ് 2 ബോൾസ് വലിച്ചിട്ട് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അത് വന്ന് തട്ടി ലാസ്റ്റ് കിടക്കുന്ന 2 ബോൾ മാത്രം തെറിച്ചു പോകും. അതുപോലെ തന്നെ ഫസ്റ്റ് 3 ബോൾസ് വലിച്ചു വിടുമ്പോഴത്തേക്ക് ലാസ്റ്റ് കിടക്കുന്ന 3 ബോൾസ് തെറിച്ചു പോകും. അത് കണക്ക് ഫസ്റ്റ് 4 ബോൾ ആകുമ്പോൾ ലാസ്റ്റ് കിടക്കുന്ന 4 ബോൾ തെറിച്ചു പോകും. വെൻ ദ ഫസ്റ്റ് ബോൾ എലോൺ ഹിറ്റ് ദ നെക്സ്റ്റ് ബോൾ. അപ്പോൾ അതിന് എന്താ സംഭവിക്കുന്നത്? ആദ്യത്തെ ബോൾ നമ്മൾ വലിച്ചിടുമ്പോൾ ഹിറ്റ് ദ നെക്സ്റ്റ് ബോളിൽ ചെന്നടിക്കുമ്പോൾ ദ മൊമെൻറ്റം ദസ് ട്രാൻസ്ഫേർഡ് ബൈ ഇറ്റ് റീച്ച് ദ ലാസ്റ്റ് ബോൾ ത്രൂ ദി അതർ ബോൾസ്. അപ്പം നമ്മൾ ഫസ്റ്റ് ബോൾ വലിച്ചിട്ട് വിടുമ്പോഴത്തേക്ക് അത് മറ്റുള്ള ബോളുകളിലോട്ട് അതിൻ്റെ മൊമെൻറ്റം എന്ന് വെച്ചാൽ അറിയാലോ, ഇമ്പാക്റ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ലാസ്റ്റ് ബോളിൽ ചെന്ന് തട്ടിയിട്ട് ആ ലാസ്റ്റ് ബോൾ മാത്രം തെറിച്ചു പോകും. അതാണ് പറയുന്നത്. എല്ലാ ബോളിലൂടെ ആ ഇമ്പാക്റ്റ് പോയിട്ട് ലാസ്റ്റ് ബോൾ മാത്രം തെറിച്ചു പോകും. വെൻ ദ ഫസ്റ്റ് 2 ബോൾസ് ടുഗദർ ഹിറ്റ് ദ നെക്സ്റ്റ് ബോൾ. അപ്പോൾ നമ്മൾ 2 ബോളാണ് വലിച്ചു വിടുന്നതെങ്കിൽ അത് ഒരുമിച്ച് നെക്സ്റ്റ് ബോളിൽ ഹിറ്റ് ചെയ്യും. ദേ ഫോം എ മൂവിങ് സിസ്റ്റം ആൻഡ് മൊമെൻറ്റം ഓഫ് ദിസ് സിസ്റ്റം ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ലാസ്റ്റ് 2 ബോൾസ്. അപ്പോൾ ലാസ്റ്റ് 2 ബോൾസിലോട്ട് ഇതിൻ്റെ മൊമെൻറ്റം മറ്റുള്ള ബോളുകളിലൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് 2 ബോൾ മാത്രം തെറിച്ചു പോയിട്ട് തിരിച്ചു വരും. ഹെൻസ് ദ ലാസ്റ്റ് 2 ബോൾസ് വാസ് ടോസ്ഡ് ഓഫ്. പിടികിട്ടിയല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന, ആദ്യം നമ്മൾ ഫസ്റ്റ് ബോൾ റിലീസ് ചെയ്തു, അപ്പോൾ ഒറ്റ ബോളേ തെറിച്ച് പോയുള്ളൂ. 2 ബോൾ റിലീസ് ചെയ്തപ്പോൾ 2 ബോൾ തെറിച്ച് പോയി, ലാസ്റ്റ് 2 ബോൾ തെറിച്ച് പോയി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? മാസ് കൂടുന്നുണ്ടല്ലേ. 3 ബോൾ റിലീസായപ്പോൾ ലാസ്റ്റ് 3 ബോൾ തെറിച്ച് പോയി. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? മാസ് കൂടുന്നുണ്ട്. മാസ് കൂടുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുന്നുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം മാസ് കൂടുന്നത് കൊണ്ടാണല്ലോ, ഇമ്പാക്റ്റ് കൂടുന്നതുകൊണ്ടാണല്ലോ. ഒരു ബോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് റിലീസ് ചെയ്യുമ്പം ആ ഒരു മാസം 2 ബോൾ പിടിച്ച് റിലീസ് ചെയ്യുമ്പോൾ മാസം 2 അപ്പോൾ ഒരു ബോൾ പിടിച്ച് റിലീസ് ചെയ്തപ്പോൾ ലാസ്റ്റ് ഒരു ബോൾ മാത്രമേ തിരിച്ചു പോയിട്ട് തിരിച്ചു വന്നുള്ളൂ. അപ്പോൾ അതിനെന്താ മനസ്സിലാക്കേണ്ടത്? മാസ് കൂടുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുന്നുണ്ട്. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മൊമെൻറ്റമാണ്. മൊമെൻറ്റം കൂടുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം കണ്ടത് വെലോസിറ്റിയാണ്. ഒരു കോക്കനട്ടിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന ഒരു തേങ്ങ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും അതുപോലെ നമ്മളൊരു തേങ്ങ എടുത്ത് അതേ സ്ഥലത്ത് വെക്കുമ്പോൾ ഉള്ള ഇമ്പാക്റ്റും രണ്ടാണെന്ന് നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ കണ്ടു. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വെലോസിറ്റിയാണെന്ന് കണ്ടു. ഇവിടെ നമ്മൾ ന്യൂട്ടൺസിൻ്റെ ക്രാഡിൽ എക്സ്പെരിമെൻറ്റിൽ എന്തോ കണ്ടത്? ആദ്യത്തെ ഒരു ബോൾ എടുത്തപ്പോൾ ഒരു ബോൾ തെറിച്ചു പോയി. 2 ബോൾ എടുത്തപ്പോൾ ലാസ്റ്റിൽ 2 ബോൾ തെറിച്ചു പോയി. അപ്പോൾ അതെന്താണ്? അത് മാസാണല്ലേ. ഒരു ബോളിൻ്റെ മാസം 2 ബോളിൻ്റെ മാസം തമ്മിൽ വ്യത്യാസമാണ്. അപ്പോൾ 2 ബോളാകുമ്പോൾ അതിൻ്റെ
ഇമ്പാക്റ്റ് ആണല്ലോ മൊമെൻറ്റം. ഇമ്പാക്റ്റ് കൂടുന്നത് കൊണ്ടാണല്ലോ 2 ബോൾ തെറിച്ച് പോയത്. 3 ബോൾ എടുക്കുമ്പോൾ മാസ് കൂടുതലാണ്, എടുത്ത് റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ മാസ് കൂടുതലാണ്. അപ്പം ലാസ്റ്റ് 3 ബോൾ തെറിച്ച് പോകും. അപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലായതുകൊണ്ടാണ് 3 ബോൾ തെറിച്ച് പോയത്. അപ്പം ഇതിനകത്ത് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഈ മൊമെൻറ്റത്തിനെ ഇൻഫ്ലുവൻസ് വേറൊരു ഘടകമാണ് മാസ്. അപ്പോൾ ഈ 2 മനസ്സിലായല്ലോ. മൊമെൻറ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്ന് ഏതാണ്? വെലോസിറ്റി, ഒന്ന് മാസ്. അപ്പോൾ ഈ വെലോസിറ്റിയെ സംബന്ധിക്കുന്നത് ഈ ഒരു ക്രാഡിൽ എക്സ്പെരിമെൻറ്റിൽ ഒരു പറയുന്നുണ്ട്, പുൾ ബാക്ക് ഓൺ ബോൾ എലോൺ ടു എ സ്മാൾ ഡിസ്റ്റൻസ്. കുറച്ച് ഡിസ്റ്റൻസിൽ മാത്രം ഇങ്ങനെ വലിച്ചിട്ട് റിലീസ് ചെയ്യാനാണ് പറയുന്നത്. വാട്ട് യു സീ? ദ ലാസ്റ്റ് ബോൾ മൂവ് ഔട്ട് ഒൺലി എ ലിറ്റിൽ. കുറച്ച് മാത്രം മൂവ് ചെയ്യുന്നത്, ലാസ്റ്റ് ബോൾ കുറച്ച് മാത്രം മൂവ് ചെയ്യുന്നത് കാണാം. വെൻ ദ സെയിം ബോൾ ഈസ് പുൾഡ് ബാക്ക് ഫർദർ ആൻഡ് റിലീസ്ഡ് ഇറ്റ് ഹിറ്റ്സ് വിത്ത് എ ഗ്രേറ്റർ വെലോസിറ്റി. കുറച്ചും കൂടെ വലിച്ചിട്ട് നമ്മൾ വിടുമ്പോൾ കുറച്ചുകൂടി വെലോസിറ്റി കിട്ടും. അതിന് വെലോസിറ്റിയിൽ വലിച്ചു വിടുമ്പോൾ എന്ത് സംഭവിക്കും? നൗ വി ക്യാൻ സീ ദാറ്റ് ദ ലാസ്റ്റ് ബോൾ കവേഴ്സ് എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് മൂവിങ് ഔട്ട്. കുറച്ചും കൂടെ ഡിസ്റ്റൻസിൽ പുറത്തോട്ട് പോയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താണ് മനസ്സിലാവുന്നത്? നല്ല വെലോസിറ്റിയിൽ അത് നല്ല കുറച്ചും കൂടെ ബാക്കിലോട്ട് വലിച്ചിട്ട് നമ്മൾ വിടുവാണെങ്കിൽ ആ ലാസ്റ്റ് ബോൾ കുറച്ചും കൂടെ ദൂരത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നത് കാണാം. അപ്പോൾ അതിൽ വെലോസിറ്റി കൂടുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുന്നുണ്ട്, മൊമെൻറ്റം കൂടുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി കൂടുമ്പോഴും മൊമെൻറ്റം കൂടുന്നുണ്ട്, അതുപോലെ തന്നെ മാസ് കൂടുമ്പോഴും മൊമെൻറ്റം കൂടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഇഫ് സോ, അങ്ങനെയാണെങ്കിൽ വിച്ച് ഫാക്ടർ ഇൻഫ്ലുവൻസ് ദ മൊമെൻറ്റം ഓഫ് ദി ബോൾ? ഏത് ഫാക്ടറാണ് മൊമെൻറ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത? എബോ എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടതിൽ വി ഹാവ് സീൻ ദാറ്റ് വെൻ എ സിസ്റ്റം ഓഫ് 2 balls ടുഗദർ ഹിറ്റ് ദ അതർ ഇൻ ദ ന്യൂട്ടൺസ് ക്രാഡിൽ ദ ലാസ്റ്റ് 2 balls ആർ ടോസ്ഡ് ഔട്ട്. ദിസ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ദ മാസ് ഓഫ് ദി ഹിറ്റിംഗ് സിസ്റ്റം. അല്ലേ, മാസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇൻ ദിസ് കേസ് വാട്ട് ഡെസിഡഡ് ദ മൊമെൻറ്റം ഓഫ് ദി ബോൾ? We have seen that the impact produced by the body in motion increases with the increase in mass or velocity. അല്ലേ, മാസും വെലോസിറ്റിയും ഇൻക്രീസ് ചെയ്തപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റും കൂടിയത് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കതിൽ നിന്ന് എന്ത് പറയാം? ദ മൊമെൻറ്റം ഓഫ് എ ബോഡി ഇൻ മോഷൻ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് ആൻഡ് വെലോസിറ്റി. അപ്പോൾ ഒരു ബോഡിയുടെ, ഒരു മോഷനിലിരിക്കുന്നൊരു ബോഡിയുടെ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസിൻ്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റാണെന്ന് പറയാം. മൊമെൻറ്റത്തിനെ നമ്മൾ അങ്ങനെ പറയാം, പി ഈസ് ഈക്വൽ ടു എം വി. എം വി എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു വി. മൊമെൻറ്റം ഈസ് ദ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു ആണ്. മൊമെൻറ്റം ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ദ ഡയറക്ഷൻ ഓഫ് മൊമെൻറ്റം ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദി വെലോസിറ്റി. അപ്പം വെലോസിറ്റിയെ പോലെ തന്നെ ആണ് ഏതിൻ്റെ ഡയറക്ഷനും വരുന്നത്? മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും വരുന്നത്. യൂണിറ്റ് ഓഫ് മൊമെൻറ്റം നോക്കാം. ഈ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് അങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചോളാം, എക്സാമിന് ചോദിക്കും അതൊക്കെ. അപ്പോൾ യൂണിറ്റ് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് മാസ് ഇൻറ്റു യൂണിറ്റ് ഓഫ് വെലോസിറ്റി. നമ്മൾ പറഞ്ഞു അതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആണെന്ന്. അപ്പോൾ മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്, kg. യൂണിറ്റ് ഓഫ് വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. അപ്പം മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ് വരുന്നത്. കാൽക്കുലേറ്റ് ദ മൊമെൻറ്റം ഓഫ് എ ബോഡി ഓഫ് മാസ് 200 kg മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 60 മീറ്റർ പെർ സെക്കൻഡ്. ആദ്യം നമുക്ക്, അതായത് ഒരു ബോഡി, ഒരു 200 ഗ്രാം മാസുള്ള ഒരു ബോഡിയുടെ അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 60 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിൻ്റെ മൊമെൻറ്റം കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. ഇവിടെ മാസം തന്നിട്ടുണ്ട്, വെലോസിറ്റിയും തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഇൻറ്റു ചെയ്യാം. അപ്പോൾ തന്നിരിക്കുന്നത് ആദ്യം എടുത്തെഴുതണം, മാസ് എടുത്തെഴുതുക, വെലോസിറ്റി എടുത്തെഴുതുക. പിന്നെ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? മൊമെൻറ്റം ഈസ് ഈക്വൽ ടു എം വി, അതായത് മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അതാണ് അതിൻ്റെ യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ മൊമെൻറ്റം ഓഫ് എ ബോഡി മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, വാട്ട് ഈസ് ഇറ്റ്സ് മാസ്? ഇതിവിടെ മാസ് കണ്ടുപിടിക്കാനാണ്. ആദ്യം തന്നേക്കുന്നേക്ക് എടുത്തെഴുതുക. വെലോസിറ്റി തന്നിട്ടുണ്ട്, 20 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. മൊമെൻറ്റം തന്നിട്ടുണ്ട്, 200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാസ്സാണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ഒരൊറ്റ ഇക്വേഷനെ അറിയത്തുള്ളൂ, പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി അല്ലയോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക, പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ഇട്ട് കൊടുക്കുക. ഇക്വേഷനിൽ വാല്യൂ എല്ലാം ഇട്ട് കൊടുക്കുക. പിക്ക് പകരം 200 ഇട്ട് കൊടുക്കുക. ഈസ് ഈക്വൽ ടു എം ആണ് കണ്ടുപിടിക്കാനുള്ളത്, എം ഇൻറ്റു 20 ഇട്ട് കൊടുക്കുക. ഇനി എന്താണ്? 20 ഇപ്പുറം കൊണ്ടുവരിക, 200ൻ്റെ അടുത്തോട്ട് വരിക.
അപ്പോൾ എം കിട്ടിയല്ലോ. 20 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇൻറ്റു ആണ്. ഇപ്പുറം 200 എടുത്ത് വരുമ്പോൾ ഡിവിഷൻ ഫോം ആവും. 200/2 = എം. ജസ്റ്റ് ഇതിനൊന്ന് തിരിച്ചിടുക. എം = 200/2 ഇടുക. നമുക്ക് എത്ര കിട്ടും? 10 കിലോഗ്രാം കിട്ടും. മീറ്റർ പെർ സെക്കൻഡും വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? 10 കിലോഗ്രാം കിട്ടും അല്ലേ? 200നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 200 കിലോഗ്രാം കിട്ടും. മാസ് കിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, കാൽക്കുലേറ്റ് ദ മൊമെൻറ്റം ഓഫ് എ ബുള്ളറ്റ് ഓഫ് മാസ് 60 gram മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 200 m/s. വാട്ട് ഈസ് ഇറ്റ്സ് മൊമെൻറ്റം വെൻ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്? റെസ്റ്റിലായിരിക്കുമ്പോഴുള്ള മൊമെൻറ്റം എത്രയാണ്? ഇവിടെ ഇനി തന്നതെല്ലാം എടുത്തെഴുതുക. ഇവിടെ മാസ് തന്നിട്ടുണ്ട് 60 gram ആണ്. അപ്പം നമുക്ക് കിലോഗ്രാമാണ് വേണ്ടുന്നത്. അപ്പോൾ 60 ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റാൻ /1000 ആണ്. അപ്പം നമ്മൾ 60നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.06 ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. മാസ് 0.06 kg, വെലോസിറ്റി 200 m/s. മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ. P = mv. അപ്പം എം കിട്ടിയിട്ടുണ്ട് 0.06 × 200. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്നത് 12 കിലോഗ്രാം m/s ആണ് കിട്ടുന്നത്. ഇതെങ്ങനെ കിട്ടുന്നേക്കുന്നതൊക്കെ ഞാൻ സൈഡിലോട്ട് ചെയ്തിട്ടേക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ഇവിടേക്കാണ് തെറ്റ് വരാൻ ഒരുപാട് ചാൻസ് ഉള്ളത്. നിങ്ങൾക്ക് കണക്ക് നിങ്ങൾ പ്രോബ്ലം നിങ്ങൾ കറക്റ്റിന് സോൾവ് ചെയ്തെടുക്കും. പക്ഷേ ഇങ്ങനെ 0.06 ഒക്കെ എങ്ങനെ കിട്ടുന്നതെന്നൊക്കെയുള്ള സ്ഥലം വരുമ്പോഴാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്ന് തെറ്റാനുള്ള ചാൻസ് വരുന്നത്. ഇനി അടുത്തത് ചോദിക്കുന്നത്, വാട്ട് ഈസ് ഇറ്റ്സ് മൊമെൻറ്റം വെൻ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്? റെസ്റ്റിലിരിക്കുന്ന സമയത്ത് അതിൻ്റെ മൊമെൻറ്റം എത്ര ആണെന്ന്. മൊമെൻറ്റം 0 ആണ്. കാരണം റെസ്റ്റിലിരിക്കുമ്പോൾ അതിന് വെലോസിറ്റി ഇല്ല. വെലോസിറ്റി ഇല്ലെങ്കിൽ അതിന് അതുണ്ടോ, മൊമെൻറ്റം ഉണ്ടോ? ഇല്ല. അപ്പോൾ 0 ആണ്. നെക്സ്റ്റ് നോക്ക്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. 20 gram കിലോഗ്രാം ഉള്ള ഒരു ബോഡി റെസ്റ്റിലായിരുന്നു. വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ഇറ്റ്, ഒരു ഫോഴ്സ് അതിനകത്ത് അപ്ലൈ ചെയ്തപ്പോൾ 5 സെക്കൻഡ് നേരത്തേക്ക് ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ച് ടു 30 m/s ആയി. ഫൈൻഡ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദി ബോഡി. ആ ബോഡിയുടെ മൊമെൻറ്റം ചേഞ്ച് ആയത് കണ്ടുപിടിക്കാനാണ്. ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് കണ്ടുപിടിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് മൊമെൻറ്റം ആണ് കണ്ടുപിടിച്ചത്. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിക്കാൻ ഇനിഷ്യൽ മൊമെൻറ്റവും ഫൈനൽ മൊമെൻറ്റവും വേണം. ഇനിഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് എത്രയാണ്? ഇനിഷ്യൽ മൊമെൻറ്റം mu = 20 അപ്പം മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ടോ? റെസ്റ്റിലായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് വെലോസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ മാസ് ഉണ്ട്, 20 kg ആണ് മാസ്. പക്ഷേ റെസ്റ്റിലായ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയാണ് 0 ആണ്. അപ്പോൾ 20യെ 0 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ എന്തേ കിട്ടത്തുള്ളൂ? 0 കിട്ടും. അപ്പോൾ ഇനിഷ്യൽ മൊമെൻറ്റം എത്രയാണ്? അതിൻ്റെ 0 ആണ് വരുന്നത്. ഇനി ഫൈനൽ മൊമെൻറ്റം mu = യു വരുന്നത് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റിയുടെ യു ആണ് വരുന്നത്. മൊമെൻറ്റം മാസ്, അതാണ് mu എന്ന് പറയുന്നത്. അപ്പം mv എന്ന് പറയുന്നത് മാസും അതുപോലെ തന്നെ ഫൈനൽ വെലോസിറ്റിയും അത് തമ്മിൽ ഇൻറ്റു ചെയ്യുന്നതാണല്ലോ, അതാണ് mv എന്ന് പറയുന്നത്. അപ്പോൾ = മാസ് 20 കിലോഗ്രാം ആണ്. വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 30 m/s. അപ്പോൾ 20യും 30യും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 600 കിലോഗ്രാം m/s കിട്ടി. ഇനി ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം. നമ്മളിത് എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലേ, ഇതേപോലത്തെ വേറൊരെണ്ണം. എവിടെയാണത്? ഇക്വേഷൻസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. അതുപോലെ ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത് ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം. ഇങ്ങനെയൊക്കെ ഏതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചോണം നിങ്ങൾ. അപ്പോൾ നമുക്ക് കിട്ടി, രണ്ടും കൂടെ മൈനസ് ചെയ്തപ്പോൾ കിട്ടി 600 കിലോഗ്രാം m/s കിട്ടി. വാട്ട് വിൽ ബി ഇറ്റ്സ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇൻ യൂണിറ്റ് ടൈം ഓർ ഇറ്റ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം? നമുക്കറിയാം ഒരു യൂണിറ്റ് ടൈമിൽ സംഭവിക്കുന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയാം. നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്നറിയാം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. ഇവിടെ നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട് 600 കിലോഗ്രാം m/s കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് സെക്കൻഡ് തന്നിട്ടുണ്ട്, നമുക്ക് ടൈം തന്നിട്ടുണ്ട് 5 സെക്കൻഡാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ 5 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടിനെയും കൂടെ 600നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 120 കിലോഗ്രാം
മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സെക്കൻഡ് സ്ക്വയർ വരുന്നത് ഈ സെക്കൻഡും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡും കൂടെ ചേരുമ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. എ ബോഡി ഓഫ് മാസ് 100 കിലോഗ്രാം സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റിലായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തു. എത്രയാണ് മാസ്? 100 kg ആൻഡ് അക്വയർ എ വെലോസിറ്റി ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി അക്വയർ ചെയ്തു ഇൻ ദ 4th സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് ഇനിഷ്യൽ മൊമെൻറ്റം? ഇനിഷ്യൽ മൊമെൻറ്റം എത്രയാണ്? നേരത്തെ ചെയ്തതുപോലത്തെ പ്രോബ്ലം തന്നെയാണ്. ഇനിഷ്യൽ മൊമെൻറ്റം എത്രയാണ്? റെസ്റ്റിലിരിക്കുമായിരുന്നു. അപ്പം അതിന് വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് മൊമെൻറ്റം എത്രയാണ്? 0 ആണ്. അപ്പം മൊമെൻറ്റം എന്ന് പറയുന്നത് എം ഇൻറ്റു യു, മാസ് ഇൻറ്റു വെലോസിറ്റി. വെലോസിറ്റി 0 ആണ്. അതിന് എം എന്ന് പറയുന്നത് ഉണ്ട് 100 ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0 തന്നെയാണ് ഇനിഷ്യൽ മൊമെൻറ്റം. വാട്ട് ഈസ് ഫൈനൽ മൊമെൻറ്റം? ഫൈനൽ മൊമെൻറ്റം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 100 ഇൻറ്റു 30, അതായത് മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പം 3000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. വാട്ട് ഈസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം? ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കുക. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 3000 മൈനസ് 0. അപ്പോൾ 3000 തന്നെ നമുക്ക് കിട്ടും. ചേഞ്ച് ഇൻ മൊമെൻറ്റം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ എന്ത് കിട്ടും? 3000 ഡിവൈഡഡ് ബൈ ടൈം ഇവിടെ തന്നിട്ടുണ്ട് 4. ഇത് രണ്ടും ഡിവൈഡ് ചെയ്തെടുക്കുമ്പം നമുക്ക് എന്ത് കിട്ടും? 750 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. എ ബോഡി ഓഫ് മാസ് 20 kg ഈസ് അറ്റ് റെസ്റ്റ്. ഒരു ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് 20 kg ഇത് റെസ്റ്റിലായിരുന്നു. ദ വെലോസിറ്റി അറ്റ് വേരിയസ് ഇൻസ്റ്റൻസസ് വെൻ എ ഫോഴ്സ് ഈസ് വേരിയിങ് മാഗ്നിറ്റ്യൂഡ് ഈസ് അപ്ലൈഡ് ഓൺ ഇറ്റ്സ് ഫോർ എ ടൈം ഇൻ്റർവൽ ഓഫ് 5 സെക്കൻഡ് ഈസ് ഗിവൺ. അതായത് പല സമയത്തും അതിനകത്ത് വെലോസിറ്റി അപ്ലൈ ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പോൾ താഴെ ഒരു ടേബിൾ വന്നിട്ടുണ്ട്, അതിനകത്തുണ്ട് ആ വെലോസിറ്റി അപ്ലൈ ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ദ ഇനിഷ്യൽ മൊമെൻറ്റം, ഫൈനൽ മൊമെൻറ്റം ആൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇൻ ദ ബോഡി ഇൻ ഈച്ച് കേസ്. അപ്പം മാസ് 20 തന്നെയാണ് വരുന്നത്. ഈ 3 താഴെ നമുക്ക് ടേബിൾ ഉണ്ട്, അതിൽ കാണാം നമുക്ക് 3 സിറ്റുവേഷനിലും. പക്ഷേ ഫോഴ്സ് അവർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പലതും പല രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതിനെന്ത് സംഭവിക്കുന്നു? വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം ടേബിൾ. ആദ്യം ഫോഴ്സ് കൊടുത്തപ്പോൾ അതിന് വെലോസിറ്റി അതിൻ്റെ 30 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഇനിഷ്യൽ മൊമെൻറ്റം റെസ്റ്റിലിരിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ 0 ആണത്. ഫൈനൽ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ എന്താണ് വേണ്ടത്? 20 kg ഇൻറ്റു 30 മീറ്റർ പെർ സെക്കൻഡ് മൊമെൻറ്റം കണ്ടുപിടിക്കാൻ ഈസ് ഈക്വൽ ടു 100 കിട്ടി. കാരണം ഫൈനൽ ഇനിഷ്യൽ മൊമെൻറ്റം 0 ആണ്, റെസ്റ്റിലാണ്, നമുക്കറിയാം. ഇനി ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം ആണ്. ഇപ്പോൾ 600 മൈനസ് 0 600 ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ ആ കിട്ടിയ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 5 സെക്കൻഡ് കൊണ്ട്. അതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടും? 120 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. 600നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം. നെക്സ്റ്റ് രണ്ടാമത്തതിൽ ഫോഴ്സ് പകുതിയായിട്ട് കുറച്ചു അല്ലേ? കുറച്ചപ്പോൾ വെലോസിറ്റിക്കും പകുതിയായിട്ട് കുറയുമല്ലോ. അപ്പോൾ 30യുടെ പകുതി 15, പകുതിയായിട്ട് കുറഞ്ഞു. പക്ഷേ ഇനിഷ്യൽ മൊമെൻറ്റം 0 തന്നെയാണ്, റെസ്റ്റിലാണ്. ഫൈനൽ മൊമെൻറ്റം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കെ ജി എത്രയാണ്? മാസം എന്ന് പറഞ്ഞാൽ 20 kg ആണ്. അപ്പോൾ 20 ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? 50 ആണ് കിട്ടിയിരിക്കുന്നത്. 50 ഈസ് ഈക്വൽ ടു 300. മറ്റേ നമ്മൾ ഇനിഷ്യൽ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ നമ്മൾ 0 തന്നെ ഇട്ടേക്കുന്നത്. അവിടെ നമ്മൾ ഇൻറ്റു ചെയ്ത് വരുമ്പോൾ 0 കിട്ടൂ. നിങ്ങൾ അതിൻ്റെ യൂണിറ്റുകൾ ഇട്ടിരിക്കണം. ഞാൻ ഇതിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് യൂണിറ്റ് ഇടാഞ്ഞത്. നിങ്ങൾ യൂണിറ്റ് ഇട്ടേക്കണം. 20 kg എന്നും 15 മീറ്റർ പെർ സെക്കൻഡും എന്നുള്ള യൂണിറ്റുകൾ ഇട്ടേക്കണം. അതായത് ഇനിഷ്യൽ മൊമെൻറ്റം 0 ആണ്. 0 ഇൻറ്റു 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. അതുകൊണ്ടാണ് നമ്മളിവിടെ 0 ഇടുന്നത്. അപ്പോൾ രണ്ടാമത്തെ റോയിൽ നമുക്ക് 300 കിട്ടും. അതിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എങ്ങനെ കിട്ടും? 300 മൈനസ് 0 കിട്ടുമ്പോൾ 300 തന്നെ കിട്ടും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ 300നെ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ 60 കിട്ടും. ഇനി മൂന്നാമത്തെ കേസിൽ അവരെന്തോ ചെയ്തേക്കുന്നത്? ഫോഴ്സിനെ ഇരട്ടിയാക്കി കൊടുത്തു അല്ലേ? 2 ഇൻറ്റു എഫ് ഇരട്ടിയാക്കി കൊടുത്തപ്പോൾ വെലോസിറ്റിക്കും എന്ത് സംഭവിച്ചു? വെലോസിറ്റിയും ഇരട്ടിയായി. 30 ഇൻറ്റു 2 ആയി 16 ആയി. അവിടെ ഇനിഷ്യൽ മൊമെൻറ്റം എത്രയാണ്? 0 തന്നെയാണ്. ഫൈനൽ മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 20 ഇൻറ്റു 16 എത്ര വരും? നമുക്ക് 1200 കിട്ടും. ഇനി ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത് 1200 മൈനസ് 0 ആകുമ്പോൾ 1200 തന്നെയാണ് കിട്ടുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ 1200 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 240 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. അതാണ് ചേഞ്ച് ഇൻ
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വരുന്നത്. ഓക്കെ, ഇപ്പം ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.